Good morning. Today going to talk about hospital system and administration. ഹോസ്പിറ്റൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിലെ സെക്കൻഡ് യൂണിറ്റ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഹോസ്പിറ്റൽ സിസ്റ്റം ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഹോസ്പിറ്റൽസ് ആർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡിംഗ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ആൻഡ് നഴ്സിംഗ് കെയർ ഫോർ ഓൾ ഇൻ എനി ഇൽ ഓർ ഇൻജേർഡ് പീപ്പിൾ. ഒരു ട്രീറ്റ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് നഴ്സിംഗ് കെയർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയുള്ള ഒരു പോസ്റ്റാണ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ടേം അഡ്മിനിസ്ട്രേഷൻ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ covers a large number of activities and diverse are the systems of hospital organization themselves. അവിടെയുള്ള ഹോസ്പിറ്റലിലുള്ള എല്ലാ ഫങ്ഷൻസും ചെയ്യുന്നതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് റെസ്പോൺസിബിലിറ്റീസ് ഇൻ ഹോസ്പിറ്റൽ അതർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് നീഡ് ടു ബി മാനേജ്ഡ് ദ പ്രൊഫഷണൽ who have the knowledge and understanding of the regulatory framework, complexity involved in the patient care, and hence healthcare organization seeks to healthcare administrator who dealing with everything related to operating healthcare sites and organization. അതായത് അവിടെയുള്ള പ്രൊഫഷണൽസിനെ മാനേജ് ചെയ്യുക, അവിടെയുള്ള റെഗുലേറ്ററി ഫ്രെയിംവർക്കിനെ കുറിച്ചിട്ട് നോളജ് ഉണ്ടാക്കുക, പേഷ്യൻ്റ് കെയറും ഹെൽത്ത് കെയറും പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ലേ നോക്കുക, ആ ഓർഗനൈസേഷനെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, റിലേറ്റഡ് ആക്ടിവിറ്റീസ്, സൈറ്റ്സ്, ഓർഗനൈസേഷൻ്റെ ഫങ്ഷൻസ് ഒക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലെ ഫങ്ഷൻസ് ചെയ്യുന്ന ആളെ നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്നാണ് വിളിക്കുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇസ് ദ മാനേജ്മെൻറ്റ് ഓഫ് ഹോസ്പിറ്റൽ ആസ് എ ബിസിനസ്. ദ അഡ്മിനിസ്ട്രേഷൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് കെയർ സർവീസ് മാനേജേഴ്സ്. അതായത് ഇതിനെയൊക്കെ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ഹെൽത്ത് കെയർ ലീഡേഴ്സിനെയാണ് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? സ്ട്രാറ്റജിക് പ്ലാനിങ് ഓഫ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് ആൻഡ് ദ റെസ്പെക്റ്റീവ് ഫെസിലിറ്റി ഓർ എൻറ്റിറ്റി ഓർ റെസ്പോൺസിബിൾ ഹെൽത്ത് കെയർ സർവീസ്. അതിനുവേണ്ട പ്ലാനിങ് കാര്യങ്ങളും ചെയ്യുക, മാസ ബഡ്ജറ്റ് ഫോർമുലേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ എല്ലാറ്റിലും പ്രൊഡക്ടിവിറ്റി, മാക്സിമം പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുന്നില്ല എന്നുള്ളത് നോക്കുക, ഔട്ട്സോഴ്സ് ബിസിനസ്സും സർവീസസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മാനേജ് ചെയ്യുക. പല വർക്കുകളും നമ്മൾ ഔട്ട്സോഴ്സിലാണ് ചെയ്യുന്നത്. അതായത് ക്ലീനിങ്ങിൻ്റെ വർക്കുകൾ, സെക്യൂരിറ്റി വർക്കുകൾ, ടെക്നിക്കൽ വർക്കുകൾ, അങ്ങനെയുള്ള പല വർക്കുകളും നമ്മൾ പുറത്തുനിന്ന് ഒരു ഏജൻസീനെ ഏൽപ്പിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുക. മാനേജ്മെൻറ്റ് ഇൻട്രൊഡക്ഷൻ, ടെക്നോളജിക്കൽ അപ്ഡേറ്റ് ചെയ്യുക, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുക, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ചെയ്യുക, സ്റ്റാഫിനെയൊക്കെ മാനേജ് ചെയ്യുക. ദെൻ ഡിസൈൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് കോംപ്ലയൻസ് പ്രോഗ്രാം ടു എൻഷുർ ദ ഫെസിലിറ്റി മെയിൻറ്റെയിൻ പ്രോപ്പർ അക്രഡിറ്റേഷൻ. നമ്മൾ സ്ഥാപനത്തിന് അക്രഡിറ്റേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളും അതിൻ്റെ ഡിസൈൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുക. ക്രിയേഷൻ ഓഫ് എമർജൻസി പ്ലാൻ ഫോർ അഡ്വേഴ്സ് ഇഫക്റ്റ് ആൻഡ് അൺഫോർസീൻ സർക്കംസ്റ്റാൻസസ്. നമുക്ക് അഡ്വേഴ്സ് ആയിട്ടുള്ള ഇവൻറ്റുകൾ ഉണ്ടാകുമ്പോഴും അൺഫോർസീൻ ആയിട്ടുള്ള സർക്കംസ്റ്റാൻസസ് ഉണ്ടാകുമ്പോഴും എമർജൻസി ആയിട്ട് ഡിസിഷൻസ് പ്ലാനിങ് എടുക്കുക. ഇൻഫോർമേഷൻ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആൻഡ് കെയർ ഗീവേഴ്സ് അബൌട്ട് ന്യൂ റെഗുലേഷൻസ് ആൻഡ് പ്രൊവൈഡിങ് ട്രെയിനിങ് ന്യൂ റെഗുലേഷൻസ് ഒക്കെ കൊടുക്കുക. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ന്യൂ പോളിസീസ് ആൻഡ് പ്രൊസീജിയർ ടു സ്റ്റാഫ്, കെയർ ഗീവേഴ്സ് ആൻഡ് പ്രൊവൈഡേഴ്സ്. അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുക പോളിസീസിനെ കുറിച്ചിട്ടും പ്രൊസീജിയേഴ്സിനെ കുറിച്ചിട്ടും. ഇനി ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ടായിരിക്കേണ്ട സ്കില്ലുകൾ എന്തൊക്കെയാണ്? സ്ട്രോങ് അനലിറ്റിക്കൽ സ്കില്ല്, അതായത് കൃത്യമായിട്ട് ഡോക്യുമെൻറ്റ്സുകളും റിപ്പോർട്ടുകളും കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം, ഓഡിറ്റ് അനലൈസ് ചെയ്യുക. സ്ട്രോങ് അനലിറ്റിക്കൽ സ്കിൽ. കമ്മ്യൂണിക്കേഷൻ സ്കിൽ, നമ്മൾ കംപ്ലീഷൻ ഓഫ് അനാലിസിസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ പോളിസീസ് കാര്യങ്ങളൊക്കെ കെയർ ഗീവേഴ്സിനും സ്റ്റാഫിനും ഒക്കെ പ്രൊവൈഡ് ചെയ്ത് തരണം, കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നെക്സ്റ്റ്, പലപ്പോഴും കമ്മ്യൂണിക്കേഷനിൽ വീഴ്ച വരുമ്പോഴാണ് നമുക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ കൃത്യമായിട്ട് അവരെന്താണ് ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ്, ലീഡർഷിപ്പ് സ്കിൽസ്, അതായത് അഡ്മിനിസ്ട്രേറ്റർ ഫേസ് റെസിസ്റ്റൻറ്റ് ടു ചേഞ്ച്. നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ റെസിസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. എക്സലൻറ്റ് ലീഡർഷിപ്പ് സ്കിൽ ടു മാനേജ് ചേഞ്ച് പോസിറ്റീവ് വേ, എൻഗേജ് പേഴ്സണൽ ആൻഡ് എൻഷുവേഴ്സ് ചേഞ്ചസ് ഹാപ്പൻ. അതിൽ ഇടപെട്ടുള്ള പേഴ്സൺസിനെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ പ്രോബ്ലംസ് ചേഞ്ച് ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് റെസിസ്റ്റ് ചെയ്യുക എന്നൊക്കെയുള്ളത് ലീഡർഷിപ്പ് സ്കില്ലിൽ വരുന്നതാണ്. പോളിസി മേക്കിംഗ്, അതായത് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ മസ്റ്റ് ബി പയനിയേഴ്സ്. പോളിസി മേക്കേഴ്സ്, റെഗുലേറ്ററി ഫ്രെയിംവർക്കുകൾ, നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ഇവരാണ്. നെഗോസിയേഷൻ സ്കിൽസ് ആർ ടു ഹെൽപ്പ് റിസോൾവ് കോൺഫ്ലിക്ട്സ്. പല കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും, നോട്ട് വിസിറ്റഡ് ടു സ്കൂൾ കാണുക പോലും ചെയ്യാത്ത ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് മാക്സിമം നെഗോസിയേഷൻ നല്ല രീതിയിൽ കോൺഫ്ലിക്റ്റുകൾ റിസോൾവ് ചെയ്യുക. എക്സ്റ്റെൻറ്റീവ് നോളജ് ഓഫ് ഹെൽത്ത് കെയർ എൻവയോൺമെൻറ്റിന് കൃത്യമായിട്ടുള്ള അറിവുണ്ടാക്കുക. ടെക്നിക്കൽ സ്കിൽസ്, ദെൻ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ഡസ് നോട്ട് നീഡ് ടു പ്രൊവൈഡർ ബട്ട് ദിസ്
പേഴ്സൺ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദി ഹെൽത്ത് കെയർ ആൻഡ് ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ്. ഒരിക്കലും ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർക്ക് അതിൻ്റെ വർക്കുകളും ചെയ്യേണ്ടി വരില്ല, പക്ഷേ അതിനെക്കുറിച്ചുള്ള നോളജ് അയാൾക്ക് ഡീറ്റെയിൽ ഓറിയൻറ്റേഷൻ ടു സെറ്റ് ദ ഡീറ്റെയിൽ, എല്ലാറ്റിനും കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ വാങ്ങിയിരിക്കണം. അതാണ് മെയിനായിട്ട് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ടായിരിക്കേണ്ട സ്കില്ലുകളെന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.